ഹലോ ഗായ്സ്, ഇന്ന് ഞാനുള്ളത് കൃഷ്ണൻ്റെ അമ്പലത്തിലാണ്. കൃഷ്ണനെ കണ്ണിറയെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഒരുപാട് നാളായി ഇന്ന് കണ്ണനെ ഞാനൊന്ന് കണ്ണിറയെ കണ്ടിട്ട്. ഇന്ന് കണ്ണനെ കാണാൻ വേണ്ടി സാരിയൊക്കെ ഉടുത്ത് വന്നതാണ് കേട്ടോ. സാരി ഉടുക്കാനൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ല, പക്ഷേ എനിക്ക് സാരിയൊക്കെ ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കിന്ന് സാരി ഉടുത്ത് തന്നത് എൻ്റെ നാത്തൂനാണ്. എനിക്ക് സാരിയൊക്കെ ഉടുത്ത് തരാറ്. അപ്പോൾ സാരിയൊക്കെ ഉടുത്ത് ഞങ്ങൾക്ക് പൂവൊന്നും കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് പൂവൊന്നും വെച്ചില്ലേ. പിന്നെ കണ്ണിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ കണ്ണിനെ കാണാൻ വന്നതാണ്. ഞാനൊരു കൃഷ്ണഭക്തിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ണിനെ ഒരുപാട് ഇഷ്ടമാണ്. കണ്ണൻ്റെ കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്, കണ്ണൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ നാവിലെപ്പോഴും എൻ്റെ കണ്ണാന്ന് മാത്രമേ വരാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ണനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഒരു കൃഷ്ണഭക്ത വേണമെങ്കിൽ അങ്ങനെയും പറയാം. അപ്പോൾ കണ്ണനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നു. കണ്ണനെ കണ്ടു, കണ്ണിറയെ കണ്ടു തൊഴുതെന്ന് തന്നെ പറയാം. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം കണ്ണനോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് നന്നായി എന്തോ ഒഴിഞ്ഞ കൂട്ട് തോന്നി. അപ്പോൾ അന്നേരം വിചാരിച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് കരുതി. അപ്പം അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെയും കുറച്ച് നേരം അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല ഗൈസ്. ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. അങ്ങനെ എന്തോ കൃഷ്ണഭക്തി ആയതുകൊണ്ടായിരിക്കാം എൻ്റെ കണ്ണനെ കണ്ട് കണ്ണ് ഇതാ കൊതി തീർന്നില്ല ഗൈസ്, അങ്ങനെ തന്നെ പറയാം. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് പോരാനേ തോന്നിയില്ല. എങ്ങനെയുണ്ട് സാരി ഉടുത്തിട്ട്? കൊള്ളാമോ? എനിക്ക് ഇങ്ങനെ സാരി ഉടുക്കാനൊക്കെ എനിക്കറിയില്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. നാടൻ ലുക്കിൽ നടക്കുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം. എനിക്ക് നാടൻ ലുക്കിൽ കാണാനാണ് എനിക്ക് കൂടുതലിഷ്ടം. എനിക്ക് സാരി, ഹാഫ് സാരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാടൻ ലുക്കിൽ എപ്പോഴും നടക്കുന്നതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു നാടൻ ലുക്കിൽ അമ്പലത്തിൽ വരുമ്പോൾ ഒരു പ്രത്യേക വൈബല്ലേ ഗൈസ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് അവിടുത്തെ ആ ഒരു പോസിറ്റീവ് എനർജി കുറച്ചുകൂടെ മനസ്സിന് കിട്ടിയപ്പോൾ എന്തോ ഒരു വല്ലാത്ത കുളിർമ തോന്നി. എന്തോ കണ്ണം തന്നൊരു ഫീലായിരിക്കാം. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഒക്കെയാണ് പിന്നെ അവിടുന്ന് നമുക്കില്ല വെണ്ണയൊക്കെ കിട്ടുമ്പോൾ ഒരു വെണ്ണയൊക്കെ എന്താ ഒരു എടുത്തിങ്ങനെ തിന്നുമ്പോൾ ഒരു